ഹേ ഓൾ അസ്സലാമു അലൈക്കും. എന്താണ് എല്ലാ റാഹത്തല്ലേ? അങ്ങനെ ഡേ 2 അല്ലെ പാർട്ട് 2 ഓഫ് കപ്പഡോക്കിയയിലേക്ക് പോകുന്ന വ്ളോഗ്. അപ്പോൾ ഇതിൽ കുറേ കാറിൽ കൂടി പോകുന്ന റോഡ് ട്രിപ്പിൻ്റെ കുറച്ച് ഇതൊക്കെ ഉണ്ടാവുക, വീഡിയോസൊക്കെ ഉണ്ടാവുക. പിന്നെ അവിടുന്ന് കുറച്ചും കൂടി അങ്ങോട്ട് എത്തിയാൽ ഇന്ന് കപ്പഡോക്കിയയിൽ എത്തിയതും അവിടുത്തെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളും അറിയിക്കുന്നതായിരിക്കും. അങ്ങനെ നമ്മൾ റോഡ് ട്രിപ്പ് തുടങ്ങി. ഇപ്പോൾ ഫസ്റ്റ് ഡെസ്റ്റിനേഷനൊന്നുമല്ല, എന്തെങ്കിലും കഴിക്കണ്ടേ, അങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു പെട്രോൾ പമ്പിലേക്ക് നിർത്തി. അപ്പോൾ നമ്മൾ കുറച്ച് നേരം പാർക്കിലിരിക്കാമെന്ന് വിചാരിച്ച്. ഇനിയിപ്പോൾ ഒരു 600 സംതിങ് കിലോമീറ്റേഴ്സ് ബാക്കിയുണ്ട്. നമ്മളധികം കവർ ചെയ്തിട്ടില്ല, എടുത്തിട്ട് ഇപ്പോഴത്തെ കുറച്ച് നേരം ആയിക്കുള്ളൂ. വണ്ടിയൊക്കെ റെഡിയായി. ഇനിയിപ്പോൾ ഒന്ന് സെറ്റാവണം, ഇനി ഒന്ന് ഫുഡ് കഴിച്ച് ഒന്ന് ഓണാവണം. കാരണം ഒന്നാമത് ടയർഡെന്ന് പറഞ്ഞാൽ ഉറക്കം റെഡി ആയിക്കില്ല രണ്ടാളും. അപ്പോൾ പിന്നെ ഫുഡ് കഴിച്ചില്ലല്ലോ, ഫുഡ് കഴിച്ചാൽ ഒന്ന് സെറ്റാവും. അത് സെറ്റായാൽ പിന്നെ ബാക്കി മെല്ലെ മെല്ലെ അങ്ങ് പോയാൽ മതി. പിന്നെ അത്രയേ ഉള്ളൂ, ആകെ ഒരു 4 മണിക്കൂർ 5 മണിക്കൂറേ ഉള്ളൂ. വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഇൻഷാല്ലാ എത്തും. കാറ് കുറച്ച് നേരം ഇവിടുന്ന് കാറ്റ് വെള്ള സെറ്റാക്കാന്ന് വിചാരിച്ചാൽ അങ്ങനെ വ്യൂ കണ്ട് കുറച്ച് നേരം ഇങ്ങനെ എത്തിയിട്ട് നല്ല രസമുണ്ട്. ഇനിയിപ്പോൾ അടുത്ത സ്റ്റോപ്പിൽ നിർത്തണം. ആ രസം കണ്ട ആ ബസ് വരുന്നതും മലയും കാര്യങ്ങളൊക്കെ ബാക്കിയുള്ള ബ്യൂട്ടി. റോഡ് ട്രിപ്പിൻ്റെ പ്രത്യേകത എന്ന് തന്നെ പറഞ്ഞാൽ അങ്ങനെയാണ്. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് സ്റ്റോപ്പ് ചെയ്യുക, ആ സ്ഥലങ്ങളൊന്ന് കാണാം, ഒന്ന് ആസ്വദിക്കുക. ആ ഒരു വൈബായിരിക്കും റോഡ് ട്രിപ്പ് എന്ന് പറഞ്ഞാൽ. അങ്ങനെ മെല്ലെ മെല്ലെ ഓരോ സ്ഥലത്ത് ഇറങ്ങിയൊക്കെ പോയി അവസാനം കപ്പഡോക്കിയയിലേക്ക് എത്തി. നമ്മൾ കപ്പഡോക്കിയയിലെ ഗൊരേമ എന്ന് പറഞ്ഞ സ്ഥലത്താണ് വീടെടുക്കാൻ വന്നത്. അവിടെ കെൽബെക്ക് കേവ് ഹോട്ടൽസിലാണ് നമ്മൾ വീടെടുത്തത്. എൻ്റെ മോനെ ഇവിടെ നിന്നുള്ള വ്യൂ ഉണ്ടല്ലോ, വേറൊന്നും പറയാനില്ല. അവിടെ ഇരിക്കാമെന്നത്. പക്ഷേങ്കിൽ നമുക്ക് നല്ലൊരു വിശപ്പുള്ളതുകൊണ്ട് നമ്മൾ എന്താക്കി നല്ല ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് വന്നിട്ട് ബാക്കി നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ഫുഡ് കഴിക്കാൻ അവിടെ അടുത്തുള്ള റെസ്റ്റോറൻറ്റിൽ പോയി. നല്ലൊരു ഇൻറ്റീരിയറും, പക്ഷേ അവിടുത്തെ ഫുഡ് എനിക്ക് അത്ര അങ്ങ് ഇഷ്ടപ്പെട്ടില്ല. നമ്മൾ ഓർഡർ ചെയ്ത സാധനം അത്ര ഇഷ്ടപ്പെട്ടില്ല. കാരണം ഇസ്താംബുളിൽ വെറൈറ്റീസ് ഓഫ് അങ്ങനത്തെ സാധനങ്ങളുണ്ടല്ലോ. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി. വീട്ടിൽ നിന്ന് പറഞ്ഞാൽ നമ്മൾ കപ്പഡോക്കിയയിലെത്തി. കപ്പഡോക്കിയ എൻ്റെ മോനെ രക്ഷയിലിട്ട്. ഞാൻ മുമ്പ് കപ്പഡോക്കിയ വന്നൊരു 2.5 വർഷം മുമ്പാണ്, കുറച്ച് മുമ്പ്. അതൊരു പാക്കേജായിട്ട് വന്ന ടൂർ പാക്കേജ് പോലെ. അപ്പം കറക്റ്റ് നമുക്ക് സ്ഥലം കാണാൻ പറ്റില്ല. മീൻസ് മെയിൻ സ്പോട്ടുകൾ കണ്ടിക്ക്, പക്ഷേങ്കിൽ നമ്മൾ നിന്നൊക്കെ നോർമൽ ഹോട്ടലും കാര്യങ്ങളിലൊക്കെയാണ്. പക്ഷേ ഇതുവരെ കപ്പഡോക്കിയ നമ്മൾ ഇസ്താംബുളിൽ ആൾക്കാർക്ക് കാണിച്ചു കൊടുക്കലിൽ നമ്മൾ കണ്ടിക്കെല്ലാം ഉണ്ട്. പക്ഷേ കപ്പഡോക്കിയ എന്ന് പറഞ്ഞ സ്ഥലം അല്ലെങ്കിൽ വേറെ വരുന്ന സ്ഥലം നമ്മൾ അങ്ങനെ അങ്ങ് എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. സപ്പാഞ്ച അറിയാം, പിന്നെ ബുർസ എന്ന് പറഞ്ഞ സ്ഥലമാണ്. പക്ഷേ കപ്പഡോക്കിയ, ട്രാപ്പ് സോൺ, അങ്ങനെ കുറേ സ്ഥലങ്ങളുണ്ട്. അത് നമ്മൾ മര്യാദയ്ക്ക് എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. അപ്പോൾ ഇവിടുത്തെ ഒരു വ്യൂ ഉണ്ട്. തണുപ്പുണ്ട്, നല്ല തണുപ്പുണ്ട്. എനിക്ക് തണുപ്പിൻ്റെ കുറച്ച് ഭ്രാന്തുള്ളതുകൊണ്ട് എനിക്ക് വലിയ കുഴപ്പമില്ല, നല്ലൊരു സംഭവം. പക്ഷേ 5 ഡിഗ്രി ഉണ്ട്. പിന്നെ പറയാനുള്ളത്, ഇത് നിങ്ങൾ ആസ്വദിക്കുക തന്നെ ചെയ്യണം എന്നുള്ള സംഭവം ഞാൻ പറയും. കാരണം ഭയങ്കര ഒരു രസമാട്ടോ. എനിക്ക് എത്ര ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ എത്ര നിന്നാലും മടുക്കൂല എന്ന് പറയില്ലേ. കേവ് ഹോട്ടൽ, ഇവിടുത്തെ കേവ് ഹോട്ടലിൽ നമ്മളുള്ളത്. അപ്പോൾ കേവ് ഹോട്ടലിൽ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഏകദേശം എല്ലാ കേവ് ഹോട്ടൽസും ഗൊരേമയിലാണ്. ഗൊരേമയിൽ കേവ് ഹോട്ടൽസൊക്കെ ഏകദേശം എന്താണ് അടുത്തടുത്തുള്ള. അപ്പോൾ ഞാൻ ഭക്ഷണം കഴിക്കാൻ നമ്മൾ താഴെ പോയി, ഞാനും എൻ്റെ വീട്ടിലുള്ള ആളും. അപ്പോൾ നമ്മൾ താഴെ പോയപ്പോൾ പിന്നെ നമുക്ക് തിരിച്ചു വരാൻ പറ്റില്ല, കാരണം എല്ലാ ഹോട്ടൽസും കണക്റ്റഡ് ആയിരുന്നു. അപ്പോൾ നമ്മൾ ഓരോ ഹോട്ടൽസ് കൂടി പോയി അങ്ങനെ വന്ന് ഞാൻ എൻ്റെ വ്യൂ കാണിച്ചില്ല. ഈ വ്യൂ കണ്ടിരിക്കാണ്ടല്ലോ വേറെ രസമാണ്. എൻ്റെ വീട്ടിലുള്ള ആൾ ഉറങ്ങി, കാരണം അയാൾക്ക് നാളെ രാവിലെ കപ്പഡോക്കിയയിലെന്ന് മീൻസ് ഇവിടെ ഹോട്ട് എയർ ബലൂൺ ഉണ്ട്. അപ്പോൾ എനിക്ക് പിന്നില്ല, നമ്മൾ ഇതാണല്ലോ. അപ്പോൾ നമ്മളിവിടെ ഉണ്ടോ, റൂമിലുണ്ടോ. അപ്പം കുറച്ച് ഉറങ്ങാൻ സമയമുണ്ടെന്നുള്ള രീതിയിൽ. പക്ഷെ മാത്രമല്ല, രാവിലെ എണീച്ച് ഞാൻ ഇതിൻ്റെ വീഡിയോസ് എടുത്തിടണം. കാരണം ഇത് വേറെ തന്നെ എന്തായാലും രാത്രീൻ്റെ ഒരു വൈബ് ഞാൻ എന്തായാലും ഇടുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്കിപ്പോൾ ഞാൻ കാണിച്ചില്ല. ഞാൻ എന്തായാലും കംപ്ലീറ്റ് വീഡിയോസ് രാവിലെ ഞാൻ ഇട്ട് തരും ഇൻഷാല്ലാ. അപ്പോൾ ഇന്ന് കുറച്ച് കാര്യങ്ങൾ ഞാൻ എടുത്തിട്ടുള്ളൂ, അധികം ഇല്ല. വീഡിയോ അധികം നീട്ടിയിട്ടുള്ള ഇല്ലയെന്ന് തോന്നുന്നു. എൻ്റെ മനസ്സിൽ, എൻ്റെ അറിവിലില്ല. കാരണം ഞാൻ കുറച്ച് ഷോർട്ട്സ് എടുത്തിട്ടുള്ളൂ. ഞാൻ ആസ്വദിക്കാം സത്യം പറഞ്ഞാൽ. നല്ല ആ റോഡിൽ നിന്ന് മീൻസ് ആ റോഡ് ട്രിപ്പ് ഉണ്ടല്ലോ, ഇസ്താംബുളിൽ നിന്ന് വരുന്ന കാര്യമായിട്ടൊന്നുമില്ല. മീൻസ് മെയിൻലി മലകളും കുന്നുകളൊക്കെയാണ്. പക്ഷേ അത് ആസ്വദിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതൊന്ന്. പിന്നെ ഇവിടെ വന്ന് ഇവിടുത്തെ സ്ഥലം ഞാൻ ഇപ്പം വേറെ അതെൻ്റെ മുന്നിലുണ്ട്, അത് കാണാൻ വേറെ തന്നെ രസം. ഇത് നമ്മളെ ഹോട്ടൽ കേട്ടോ, ഇത് നമ്മളെ ഹോട്ടൽ ഇവിടെയാണ്. ഭയങ്കര സെറ്റപ്പ്, ഭയങ്കര അടിപൊളി. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈ ഏരിയ ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ കഴിക്കേണ്ടായിരുന്നു നാളെ രാവിലെ, അതൊക്കെ. പക്ഷേങ്കിൽ
ഇതിനെപ്പറ്റി എന്നാ പറയുന്നത് എനിക്കറിഞ്ഞൂടാ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സംഭവിക്കിപ്പോൾ. കാരണം പ്രത്യേകിച്ച് ഈ ഒരു നൈറ്റിൽ അവിടെ ഇങ്ങനെ നിൽക്കുക, അവിടുത്തെ ചെറുപ്പാട്ടോ, അപ്പോൾ ഇങ്ങനെ നിന്നിട്ട് ഇവിടെ ഇരിക്കാനുള്ളൊരു സുഖമുണ്ടല്ലോ, ഭയങ്കര. ഞാൻ അത്ര നേരെ എന്നറിയാം, ഞാനൊരു ചോക്ലേറ്റ് വാങ്ങി, ബിസ്ക്കറ്റ്, അതും ചായയും കുടിച്ച് ഇവിടെ ഈ സീറ്റിലിങ്ങനെ ഇരിക്കും. ഈ സീറ്റിലിരുന്നിട്ട് ഈ ഒരു വ്യൂ ഉണ്ടല്ലോ മതി. ഇവിടെ ഒക്കെ എത്ര നേരം എനിക്ക് വേണമെങ്കിൽ ഇരിക്കാം. ആ ഒരു സംഭവം നല്ല തണുപ്പുണ്ട്, സത്യം പറയാൻ നല്ല തണുപ്പുണ്ട്. എൻ്റെ കൂടെയുള്ള ആൾക്കാർക്ക് തീരെ പറ്റിയില്ല. എനിക്ക് ഭയങ്കര തണുത്തിട്ട് ഞാൻ വീട്ടിൽ കയറിയതാണ്. പക്ഷെ തണുപ്പുണ്ടെങ്കിലും അതിനുപരി ഈ ഒരു വ്യൂ, ഈ ഒരു വൈബുണ്ടല്ലോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞാൻ ബാക്കി കാര്യങ്ങൾ നാളെ എന്തൊക്കെ ചെയ്യുന്ന വീഡിയോ പോകുന്ന കാര്യങ്ങളൊക്കെ ഞാൻ അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കും. ഇൻഷാ അല്ലാഹ് ഞാൻ വ്ളോഗ് ഇടാൻ ശ്രമിക്കുകയാണ്. ഇനി വ്ളോഗ് മെല്ലെ മെല്ലെ ഇടാൻ തുടങ്ങുക. ഇപ്പോൾ ഞാൻ അവിടെയൊക്കെ ഇസ്താംബുളിൽ എന്തായാലും ഇടണം, കാരണം ഇസ്താംബുളിൽ എന്തായാലും ഉണ്ടാവും. പക്ഷേ ഇത്രയും കാലം ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ടാണ് വീഡിയോ പിന്നിടാന്ന് വിചാരിച്ചിരുന്നത്. പക്ഷേ ഇനിയിടും ഇൻഷാ അല്ലാഹ്. വീഡിയോയും വ്ളോഗ്സും കാര്യങ്ങളൊക്കെ മെല്ലെ മെല്ലെ വരുന്നേക്കും. തുടക്കം കപ്പഡോക്കിൽ വെച്ചാവാന്ന് വിചാരിക്കുന്നത്. കുറേ പ്രശ്നങ്ങൾ ഉണ്ടാവും, എനിക്കറിയില്ല. ഞാൻ വ്ളോഗ് അങ്ങനെ എടുത്ത് ശീലമില്ല. പക്ഷേ ആൾക്കാർ കുറേ എന്നോട് ചോദിച്ച് നിങ്ങൾ എന്തായാലും ഇടണം. കുറേ ആൾക്കാർ മെസ്സേജ് അയച്ച് നിങ്ങൾ എന്തായാലും വീഡിയോ ഇടണം, നമുക്ക് തുർക്കി കാണണം, മലയാളി അങ്ങനെ തുർക്കിയിലുള്ളത് ആദ്യമായിട്ട് നമ്മൾ കുറേ ആൾക്കാർ പോകുന്നുണ്ട്, കാണിക്കുന്നുണ്ട്. പക്ഷേ ഒരു മലയാളി പറയുമ്പം വി ഫീൽ ഹോം എന്നൊക്കെ പറഞ്ഞ് കുറേ ആൾക്കാർ മെസ്സേജ് ഒക്കെ പറയല്ല എന്നാലും. അപ്പോൾ അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് വീഡിയോ ഇടാൻ തോന്നും, മടുപ്പുണ്ടെങ്കിലും വീഡിയോ ഇടാൻ തോന്നും. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞാൻ മെല്ലെ എല്ലാം റെഡിയാക്കും. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ഇന്ന് അധികം ഞാൻ എടുത്തിട്ടില്ല. ഇന്ന് ഫുഡ് കഴിക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്ത് നോക്കാം. പക്ഷെ അധികം എടുത്തിട്ടില്ല. ഇവിടുന്ന് അധികം ഫുഡും കാര്യങ്ങളും കഴിച്ചില്ല. പക്ഷേ ഇവിടെ എക്സ്പെൻസീവാണ്, കമ്പാരിറ്റീവ്ലി കുറച്ച് എക്സ്പെൻസീവാണ് ഫുഡും കാര്യങ്ങളിലൊക്കെ. പക്ഷെ അത്ര ടേസ്റ്റും ഇല്ല. ഇസ്താംബുൾ വെച്ച് നോക്കുമ്പോൾ അത്ര ടേസ്റ്റില്ല. പക്ഷേ ഇതിൻ്റെ മെയിൻ സ്പോട്ടുണ്ടല്ലോ, ഓരോ സ്ഥലത്തും അതിൻ്റെ മെയിൻ സാധനങ്ങളുണ്ടല്ലോ. ഇവിടെ പോട്ടറി ചിക്കനാണ്, ഈ പോട്ടിലിട്ട് അടിച്ചിതാക്കുന്ന ചിക്കനാണ്. അത് മെയിൻ എവിടെയാണെന്ന് കറക്റ്റ് അറിയില്ല. ഇവിടെ എല്ലാം ഉണ്ട്, പക്ഷേ എവിടുന്നാണ് ആ ഒതൻറ്റിക് സാധനം കിട്ടുക ഇന്ന് ഇൻഷാ അല്ലാഹ് നാളെ നോക്കിയിട്ട് സെറ്റാക്കണം. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ഇന്ന് ഈ വ്യൂ കണ്ട് ഞാൻ കുറച്ച് നേരം ഇരിക്കും, പിന്നെ മെല്ലെ കിടന്നുറക്കും. പിന്നെ നാളെ ഞാൻ ഒരു വീഡിയോ എൻ്റെ എന്തായാലും ഉണ്ടാക്കുന്നുണ്ട്, ഇൻസ്റ്റാഗ്രാമിൽ ഉണ്ടാവും എൻ്റെ. ഇതാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഏരിയ. ഏടുന്ന് എടുക്കണം, ഏത് ആംഗിളിൽ എടുക്കണം എന്നൊന്നും അറിഞ്ഞൂടാ. ആ സ്പോട്ട്, ഈ സ്പോട്ട് അവിടെ, ഇതെല്ലാം നമ്മൾ ഹോട്ടലിൽ പെട്ടതാണ്. ഇവിടെ നല്ല എടുക്കണമെന്ന് എനിക്കുണ്ട്. ഏടുന്ന് എടുക്കുന്നത് എനിക്ക് കറക്റ്റ് അറിയില്ല. ഇവിടെ പോവാം, ഇവിടെ ഇരിക്കാം. പിന്നെ വേറെ സ്പോട്ടുകളുണ്ട് താഴെ, അങ്ങനെ കുറേ ഏരിയകളുണ്ട്. ഏടെ എടുക്കേണ്ടെന്ന് എനിക്ക് അറിയില്ല. പക്ഷേങ്കിൽ ഏടെ ഇരുന്നാലും ഈ ഒരു വ്യൂ കിട്ടും. ലൈറ്റിങ്ങിൽ വേറെ തന്നെ രസമാണ്. രാവിലെ എനിക്കറിയില്ല, രാവിലെ ഇൻഷാ അല്ലാഹ് ഞാൻ എന്തായാലും കാണിച്ചു തരുന്നുണ്ട്. ഇവിടെ നിന്ന് ചെയ്യാൻ തോന്നറിയാം, നല്ലൊരു ബ്രീത്ത് എടുത്തിട്ട് വിടുക. എനിക്കറിയില്ല, അത്രയ്ക്ക് നല്ലൊരു ഫീലാണ്. ഈ വ്യൂവും ഡിസ്കോളാച്ചയും നമ്മളെ പഴയ ഹലോ പണ്ടൊക്കില്ല അതുപോലത്തെ ഒരു സാധനം. ഇതും തിന്ന് ഇങ്ങനെ ഇരിക്കുക, ഒരു ചായയും കൂടി ഓർഡർ എടുക്കുക. ചായ ഫുൾ ടൈം ഉണ്ട്, 24 hours ഇവിടെ ഫ്രീയാണ്. അപ്പോൾ എന്താക്കുക, അതും കുടിക്കുക, കുറച്ച് നേരം ഇവിടെ ഇരിക്കുക, ആസ്വദിക്കുക. തണുപ്പ് സെറ്റായാലും ബോഡിക്കൊന്ന് തണുപ്പ് പിടിച്ചാൽ ഉള്ളിൽ പോയി കിടന്നുറങ്ങുക. അപ്പോൾ എന്തായാലും ഏകദേശം എല്ലാം കഴിഞ്ഞ് ഞാൻ പറഞ്ഞില്ലേ നല്ല തണുപ്പുണ്ട്, ശരീരം മരവിക്കുന്നുണ്ട്. എന്നാലും എന്ത് പരിപാടി എന്ന് പറഞ്ഞാൽ തിന്ന ഇരിക്കുക, ആസ്വദിക്കുക. എന്നെ കാണുന്നുണ്ടാവില്ല, എന്നാലും പുറത്തുള്ളൊരു സെറ്റപ്പ് ഉണ്ടല്ലോ. ഈച്ച് ആൻഡ് എവറി കോർണർ എന്ന് പറയില്ലേ, എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആ പോകുന്ന വഴിയും ഓരോ റെസ്റ്റോറൻറ്റ് വേറെ റെസ്റ്റോറൻറ്റിലേക്ക് പോകുന്ന രീതിയുണ്ട്. മീൻസ് ഈ റെസ്റ്റോറൻറ്റിന് അടുത്ത റെസ്റ്റോറൻറ്റിലേക്ക് പോകാൻ പറ്റും, അതിനുള്ള വേ ഉണ്ട്. അതുകൊണ്ട് പിന്നെ ഒരു ഗുഹേൻ്റെ ഉള്ളിൽ കുറേ സ്ഥലങ്ങൾ എന്നുള്ള രീതിയിൽ ആ ഒരു സെറ്റപ്പ് വോക്ക് ചെയ്യാൻ. അപ്പോൾ ശരി ഗൈസ്. Good night guys.